നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പെർമബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ സോയിൽ വിച്ച് അലൗ പാസേജ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ ഇറ്റ്. നമ്മുടെ സോയിലിൽ കൂടെ വെള്ളത്തിനെ പാസ് ചെയ്യാനുള്ള സോയിലിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പെർമബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പെർമബിൾ സോയിൽ, വെൻ എ സോയിൽ ഹാസ് എ കണ്ടിന്യൂസ് void, എക്സാമ്പിൾ ഗ്രാവൽ, സാൻഡ്. എ സോയിൽ ഈസ് സെഡ് ടു ബി ഹൈലി പെർമബിൾ when K is greater than 10 raised to minus 1 centimeter per second. Soil is said to be impermeable when K is less than 10 raised to minus 7 centimeter per second. Example stiff clay. അപ്പോൾ എന്താണ്, സോയിലിൽ കൂടെ വെള്ളത്തിനെ പാസ് ചെയ്യാനുള്ള സോയിലിൻ്റെ കപ്പാസിറ്റീനെയാണ് നമ്മൾ പെർമബിലിറ്റി എന്ന് പറയുന്നത്. പെർമബിൾ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോയിലിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള വോയിഡ്സ് ഉണ്ടാവും. ഗ്രാവൽ, സാൻഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പെർമബിലിറ്റി കെ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10 raised to minus 1 ആണെങ്കിൽ പെർമബിൾ ആയിരിക്കും, ലെസ് ദാൻ 10 raised to minus 7 ആണെങ്കിൽ ഇംപെർമബിൾ ആയിരിക്കും. ഇനി ഡാർസിസ് ലോ ആണ്. ഫോർ ഫ്ലോ ത്രൂ സോയിൽ വി ഈക്വൽ ടു കെ ഇൻറ്റു ഐ ആണ്. അല്ലെങ്കിൽ ഡാർസിസ് ലോ എന്ന് പറഞ്ഞാൽ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. അപ്പോൾ വി ഈക്വൽ ടു കെ ഇൻറ്റു ഐ കിട്ടും. അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി ഇൻറ്റു ആക്സ്, വി ഇൻറ്റു എ ആണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ വി നമുക്ക് കെ ഇൻറ്റു ഐ കിട്ടി. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഐ ഇൻറ്റു എ കിട്ടും. വെർ വി ഈസ് ദ ഡിസ്ചാർജ് വെലോസിറ്റി ഓഫ് ഫ്ലോ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ. ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ഐ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്, ഡെൽറ്റ എച്ച് ബൈ എൽ. ലോസ് ഓഫ് ഹെഡ് പെർ സീപ്പേജ് ലെങ്ത്തിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഐ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. വി ഇസ് ദ ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ഫിക്ഷ്യസ് വെലോസിറ്റി ആണ്. കെ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമബിലിറ്റി, അത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ മൂന്നെണ്ണമുണ്ട്. ക്യൂ ഇക്വൽ ടു കെ ഇൻറ്റു ഐ ഇൻറ്റു എ ആണ്. ഐ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്, അതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ബൈ എൽ ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, പെർപെൻഡിക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയയാണ് എ എന്ന് പറയാം. കെ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർമബിലിറ്റി, അത് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. വി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. ഇപ്പോൾ കിട്ടിയല്ലോ. ഇനി ഐ 1 ആവുന്ന സമയത്ത് വി ഈക്വൽ ടു കെ ആയിരിക്കും. കെ ഇസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറയും. വി ഈക്വൽ ടു കെ ആവുന്ന സമയത്ത് കെ ഇസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്. ഇനി ടൈപ്പ് ഓഫ് സോയിൽ, ഗ്രാവലിൻ്റെ കേസിൽ കെയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 ആയിരിക്കും. സാൻഡിൻ്റെ കേസിൽ 10 raised to minus 2 ആയിരിക്കും. സിൽറ്റിൻ്റെ കേസിൽ 10 raised to minus 4 ആയിരിക്കും. ക്ലേൻ്റെ കേസിൽ 10 raised to minus 6 ആയിരിക്കും. അപ്പോൾ 10 raised to minus 7 കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പെർമബിൾ അല്ല, ഇംപെർമബിൾ എന്ന് പറയും. അതേസമയം 10 raised to minus 1 ഗ്രേറ്റർ ആയി കഴിഞ്ഞാലോ അത് പെർമബിൾ ആയിരിക്കും. ഇനി വാലിഡിറ്റി ഓഫ് ഡാർസിസ് ലോ, ഫോർ ലാമിനാർ ഫ്ലോ കണ്ടീഷൻ ഓൺലി. നമ്മൾ ലാമിനാർ സോയിലിന് മാത്രമാണ് ഡാർസിസ് ലോ എടുക്കുള്ളൂ. ജനറലി ലാമിനാർ ഫ്ലോ വിൽ പ്രിവെയിൽ ഇൻ ക്ലേ, സിൽറ്റ് ആൻഡ് ഫൈൻ സാൻഡ്. ഫ്ലോ വിൽ ബി ലാമിനാർ as Reynolds number is less than 1 when Reynolds number is calculated considering characteristic length as average particle diameter. ലാമിനാർ ഫ്ലോയിൽ മാത്രമാണ് നമ്മൾ ഡാർസിസ് ലോ എടുക്കുള്ളൂ. ലാമിനാർ ഫ്ലോ ഈസ് പ്രിവെയിൽ ഇൻ ക്ലേ, സിൽറ്റ്, സാൻഡ്. അതുപോലെ തന്നെ റിനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 ആവണ കേസിലാണ് ഫ്ലോ ലാമിനാർ ആവണത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഡാർസിസ് ലോ. അതാണ് വാലിഡിറ്റി ഓഫ് ഡാർസിസ് ലോ. ഡാർസിസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഈക്വൽ ടു കെ ഇൻറ്റു ഐ ആണ്. ക്യൂ എന്ന് പറയുകയാണെങ്കിൽ വി ഇൻറ്റു എ ആണ്. അപ്പോൾ കെ ഇൻറ്റു ഐ ഇൻറ്റു എ കിട്ടും. വി എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് വെലോസിറ്റിയാണ്, ക്യൂ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്, ഐ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്, എ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് പെർമബിലിറ്റി ഗ്രേറ്റർ ദാൻ 10 raised to minus 1 ആണെങ്കിൽ പെർമബിൾ ആയിരിക്കും, ലെസ് ദാൻ 10 raised to minus 7 ആണെങ്കിൽ ഇംപെർമബിൾ ആയിരിക്കും. പെർമബിലിറ്റി എന്ന് പറഞ്ഞാൽ സോയിലിൽ കൂടെ വെള്ളം പാസ് ചെയ്യാനുള്ള
സോയിലിൻ്റെ കപ്പാസിറ്റീനെയാണ് നമ്മൾ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡാർസിസ് ലോ ലാമിനാർ ഫ്ലോയിൽ മാത്രമാണ് വാലിഡ് ഉള്ളൂ. പിന്നെ പറയണത് ജനറലി ലാമിനാർ ഫ്ലോ ഈസ് പ്രിവെയിലിംഗ് ക്ലേ, സിൽറ്റ് ആൻഡ് ഫൈൻ സാൻഡ്. പിന്നെ റെനോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് ലാമിനാർ ഫ്ലോ ആവുന്നതാണ് നമ്മൾ പറയാം. ഇനി അടുത്തത് എന്താണ്? സീപ്പേജ് വെലോസിറ്റി അല്ലെങ്കിൽ VS ഓർ കാൽക്കുലേറ്റഡ് ഓർ ആക്ച്വൽ ഓർ ട്രൂ വെലോസിറ്റി. അപ്പോൾ സീപ്പേജ് വെലോസിറ്റിയെ നമ്മൾ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയും, ട്രൂ വെലോസിറ്റി എന്ന് പറയും. ഡിനോട്ട് ചെയ്യുന്നത് VS വെച്ചിട്ടാണ്. VS എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. VS = V/N ആണ്. ദാറ്റ് ഈസ് ഡിസ്ചാർജ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ പോറോസിറ്റി ആണ്. VS ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ V ആണ്. എന്താണ്? VS എപ്പോഴും Vയിലും കൂടുതലായിരിക്കും. VSൻ്റെ ഇക്വേഷൻ എന്താണ്? V/N ആണ്. ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ പോറോസിറ്റിനെയാണ് നമ്മൾ സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ. VS is directly proportional to I ആണ്. VS = Kp × I ആണ്. Kp എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ ആണ്, which is equal to K/N ആണ്. Kp is greater than K ആണ്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Kp വെച്ചിട്ട് ഡിനോട്ട് ചെയ്യണത്. നമുക്കറിയാം V is directly proportional to I ആണ്. VS = Kp × I എന്ന് കിട്ടും. Kp എന്ന് പറഞ്ഞാൽ എന്താണ്? K/N ആണ്. Kp is greater than K ആണ്. ഓക്കെ, VS greater than V ആവുന്ന പോലെ തന്നെ Kp greater than K ആണ്. ഈ K എന്ന് പറഞ്ഞാൽ എന്താണ്? C × d10² E³ / γW E³ / 1 + C × γW / μ എന്ന് കിട്ടും. അതാണ് C × d10² E³ / 1 + C γW / μ ആണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ Kp എന്താണ്? Kp = K × I ആണ്. Kp എന്ന് പറഞ്ഞാൽ K/N ആണ് കേട്ടോ. സീപ്പേജ് വെലോസിറ്റി V/N ആവുന്ന പോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് പെർക്കുലേഷൻ എന്ന് പറയുന്നത് K/N ആയിരിക്കും. ഇനി D എന്ന് പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ഗ്രെയിൻ സൈസ് D10. γW എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് പെർക്കുലേറ്റിംഗ് ലിക്വിഡ് ആണ്. μ എന്ന് പറയുന്നത് വിസ്കോസിറ്റി ഓഫ് പെർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ആണ്. E എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ ആണ്. C എന്ന് പറയുന്നത് ഷേപ്പ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് സോയിൽ, ഷേപ്പ് ഓഫ് സോയിൽ പാർട്ടിക്കിൾ ആൻഡ് പാക്കിംഗ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് K ആണ്. സൈസ് ഓഫ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യും, കാരണം K is directly proportional to d10² ആണ്. ഇനി ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഫോർ സെയിം വോയിഡ് റേഷ്യോ ദ soil with angular particle have less permeable and those with round particle. അപ്പോൾ ആംഗുലർ പാർട്ടിക്കിൾസിന് പെർമിബിലിറ്റി കുറവായിരിക്കും, റൗണ്ടിന് ആയിരിക്കും പെർമിബിലിറ്റി കൂടുതൽ. കേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് സർഫേസ് ഏരിയ. പിന്നെ അടുത്തതാണ് വോയിഡ് റേഷ്യോ. കേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E ആണ്. ദാറ്റ് ഈസ് കേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E³ / 1 + C അല്ലെങ്കിൽ കേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E² ആണ്. Paradoxically, the soil with a large void ratio have less permeability. കൂടുതൽ വോയിഡ് റേഷ്യോ ഉള്ളിടത്ത് പെർമിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സൈസ് ഓഫ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യും, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആംഗുലറിന് പെർമിബിലിറ്റി കുറവായിരിക്കും, റൗണ്ടിനാണെങ്കിൽ പെർമിബിലിറ്റി കൂടുതലായിരിക്കും. K ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് സർഫേസ് ഏരിയ ആണ്. വോയിഡ് റേഷ്യോന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, പക്ഷേ ലാർജസ്റ്റ് വോയിഡ് റേഷ്യോയുടെ സമയത്ത് ലെസ് പെർമിബിലിറ്റി ആയിരിക്കും. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടീസ് ഓഫ് പെർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ്. K is directly proportional to γW / μ ആണ്. എന്നുവെച്ചാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് വെയ്റ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റിയും ആയിരിക്കും. വിസ്കോസിറ്റി ചേഞ്ചസ് ഡ്രാസ്റ്റിക്കലി വിത്ത് ടെമ്പറേച്ചർ ആണ്. K is reported as standard temperature of 27 degrees Celsius as per Indian standard. പിന്നെ പറയുന്നതാണ് K27 / KT = μT / μ27 ആണ്. KT എന്ന് പറയുന്നത് പെർമിബിലിറ്റി ഓഫ് ടെമ്പറേച്ചർ ഓഫ് T degree Celsius when viscosity is μT. K27 ആവുന്ന സമയത്ത് പെർമിബിലിറ്റി അറ്റ് ടെമ്പറേച്ചർ 27 degree Celsius when viscosity is μ27.
Permeability increases with an increase in temperature due to reduction of the viscosity ആണ്. ഇനി അടുത്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. Permeability of partially saturated soil is considerably smaller than that of fully saturated soil due to the presence of air ആണ്. അപ്പോൾ പെർമിബിലിറ്റി ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിന് കൂടുതലായിരിക്കും. പിന്നെ അബ്സോർബ്ഡ് വാട്ടർ വരുന്ന സമയത്തും പെർമിബിലിറ്റി കുറയും. ഇത്രയാണ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് പെർമിബിലിറ്റി. എന്തൊട്ട് കേസ് ഒന്ന് സൈസ് ഓഫ് പാർട്ടിക്കിളാണ്. സൈസ് ഓഫ് പാർട്ടിക്കിളിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഷേപ്പ് എന്ന് പറയുമ്പോൾ ആംഗുലാറിന് കുറവും റൗണ്ടിന് കൂടുതലായിരിക്കും. വോയിഡ് റേഷ്യോയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് പെർക്കുലേറ്റിംഗ് ഫ്ലൂയിഡിന് വെച്ച് നോക്കുകയാണെങ്കിൽ കേസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ മ്യൂ ആണ്. പിന്നെ പറയുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിന് എന്താണ് പെർമിബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ അബ്സോർബ്ഡ് വാട്ടർ ആവുന്ന സമയത്ത് പെർമിബിലിറ്റി കുറവായിരിക്കും. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് പെർമിബിലിറ്റി ബൈ യൂസിങ് പാരാമീറ്റർ. പെർമിബിലിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പാരാമീറ്റർ വെച്ചിട്ടാണ് പെർമിബിലിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണത്. ഇനി കോൺസ്റ്റൻറ്റ് ഹെഡ് ടെസ്റ്റ് ആണ്. suitable for coarse grain soil with gravel and sand where with K is greater than 10 raised to minus 1 centimeter per second ആണ്. നമ്മൾ പറഞ്ഞു K greater than 10 raised to minus 1 ആവുന്ന സമയത്താണ് എന്ത് സോയിൽ പെർമബിൾ ആണെന്ന് പറയണത്. അപ്പം അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് ഹെഡ് ടെസ്റ്റ് നമ്മൾ കോഴ്സ് ഗ്രെയിൻ സോയിലിനാണ് ഉപയോഗിക്കുന്നത്. ലൈക്ക് ഗ്രാവൽ ആൻഡ് സാൻഡ് വാസ് ഹാവിങ് പെർമബിലിറ്റി ഗ്രേറ്റർ ദാൻ 10 raised to minus 1 centimeter per second. Head is kept constant and discharge is measured. ഇതിൽ ഹെഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കും, മറ്റേ ഡിസ്ചാർജ് നമ്മൾ മെഷർ ചെയ്യും. Knowing the head causing flow, the hydraulic gradient is calculated. The K is determined using the formula Q equal to K into I into A ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ഹെഡ് ടെസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോഴ്സ് ഗ്രെയിൻ സോയിലിനാണ്. ഗ്രാവൽ സാൻഡ് പോലെയുള്ള സോയിൽ ഹൂസ് പെർമിബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 10 raised to minus 1 centimeter per second. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് Q equal to K into I into A വെച്ചിട്ടാണ്. ഇതിൽ നമ്മൾ ഹെഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കും, എന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യും. The following data were recorded in a constant head permeability test. The initial diameter of parameter is 7.5 cm. Head lost over the sample length of 18 cm is 24.7 cm. Quantity of water collected in 60 seconds is 626 milliliter. Porosity of the soil sample എന്ന് പറയുന്നത് 44% ആണ്. Calculate the coefficient of permeability of soil, discharge velocity and seepage velocity during the test. നമ്മളോട് കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. കോഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് K ആണ്. നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ഹെഡിൽ Q equal to K into I ആണ്. നമുക്ക് Q കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 626 ഡിവൈഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. K നമുക്കറിയില്ല. I എന്ന് പറയുന്നത് H/L ആണ്. ഇതിൽ ഹെഡ് ലോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 24.7 ആണ്. ലെങ്ത്ത് 18 cm ആണെന്ന് തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് I കിട്ടും. ഇനി ഏരിയ എന്ന് പറയുന്നത് π/4 d² ആണ്. ഇതിൽ ഡയാമീറ്റർ നമുക്ക് ഇനീഷ്യൽ ഡയമീറ്റർ ഓഫ് പാരാമീറ്റർ 7.5 cm തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡയമീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയയും കിട്ടും. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് K കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? K into I ആണ്. K നമുക്ക് കിട്ടി, Iയും കിട്ടി. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വെലോസിറ്റി കിട്ടും. ഈ സീപ്പേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കിട്ടിയ V ഡിവൈഡ് ബൈ N ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീപ്പേജ് വെലോസിറ്റി കിട്ടും. നമുക്ക് പോറോസിറ്റി ഓഫ് സോയിൽ 44% എന്ന് തന്നിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീപ്പേജ് വെലോസിറ്റി കിട്ടും. ഇനി അടുത്തതാണ് വേരിയബിൾ ഹെഡ് ടെസ്റ്റ്. ഫോർ ഫൈൻ സാൻഡ് ആൻഡ് സിൽറ്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിത്ത് K 10 raised to minus 2 to 10 raised to minus 4 centimeter per second ആവുന്ന കേസിൽ discharge is not required to be measured. K is calculated by using the formula K equal to
AL divided by capital A into T log to the base E H1 by H2 ആണ്. സ്മോൾ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റാൻഡ് പൈപ്പും എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സോയിൽ സ്പെസിമെനും ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി സോയിൽ സ്പെസിമെനാണ്. ടി എന്ന് പറയുന്നത് ടൈം ഇൻ്റർവൽ ഇൻ വിച്ച് ഹെഡ് ഡ്രോപ്സ് ഫ്രം H1 to H2 ആണ്. അത് വെച്ചിട്ട് നമുക്ക് വേരിയബിൾ ഹെഡ് ടെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. In a falling head permeability test, the initial head of 1 meter dropped to 0.35 meter in 3 hours. The diameter of the standpipe being 5 mm. The soil specimen was 200 mm long and of 100 mm diameter. The coefficient of permeability of the soil ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫാളിംഗ് ഹെഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? AL divided by capital A into D log to the base E H1 by H2 എന്ന് കിട്ടും. ഇനീഷ്യൽ ഹെഡ് എന്താണ്? 1 മീറ്റർ ആണ്. ഫൈനൽ ഹെഡ് 0.35 ആണ്. ടൈം നമുക്ക് 3 hours എന്ന് പറയും. അത് സെക്കൻഡ്സിലേക്ക് ആക്കുമ്പോൾ അതേ ഇൻറ്റു 3600 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കിട്ടും. ലെങ്ത്ത് നമുക്ക് എന്താണ് 300 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്മോൾ എ എന്ന് പറയുമ്പോൾ ആ പൈപ്പിൻ്റെ ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 5/4 5 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്മോൾ എ കിട്ടും. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സ്പെസിമെൻ്റെ ഏരിയ, സ്പെസിമെൻറ്റിൻ്റെ ഡയമീറ്റർ വെച്ച് ചെയ്യേണ്ടതാണ്. 5/4 100 സ്ക്വയർ ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കെ ഈക്വൽ ടു സ്മോൾ എ അറിയാം, എൽ അറിയാം, ക്യാപിറ്റൽ എ അറിയാം, ടി അറിയാം, ലോഗ് ടു ദ ബേസ് ഇ H1 by H2 ചെയ്യാം. ഇനി കൺസോളിഡേഷൻ ടെസ്റ്റ് ഡാറ്റ സൂട്ടബിൾ ഫോർ ക്ലേസ് വിത്ത് കെ ലെസ് ദാൻ 10⁻⁻6 cm/s ആണ്. ഇനി കാപ്പിലറി പെർമിറ്റിവിറ്റി ടെസ്റ്റ് സൂട്ടബിൾ ടു ഫൈൻഡ് കെ ഓഫ് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ ആണ്. കാപ്പിലാരിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ബോത്ത് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ഇനി അടുത്താണ് പമ്പിംഗ് ഔട്ട് ടെസ്റ്റ്. അത് മോസ്റ്റ് അക്യുറേറ്റ് എമംഗ് ഓൾ ദി ടെസ്റ്റ് സിൻസ് large area surrounding the well is influenced. Used for large engineering project, it is expensive. ഇനി അടുത്തതാണ് പമ്പിംഗ് ഇൻ ടെസ്റ്റ്. കോമൺലി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് റോക്ക് ആൻഡ് ഇൻഡിവിജ്വൽ സ്ട്രാറ്റം. എക്സാമ്പിൾ ഓപ്പൺ എൻഡ് ടെസ്റ്റും പാക്കേഴ്സ് ടെസ്റ്റ് ഫോർ റോക്സ്. പമ്പിംഗ് ഔട്ട് ടെസ്റ്റാണ് മോസ്റ്റ് അക്യുറേറ്റ് കേട്ടോ. ഇനി ഇതിൽ പറയാനുള്ള വേറൊന്നാണ് ടെസ്റ്റ് ടു ഫൈൻഡ് കോഷ്യൻ്റ് ഓഫ് പെർമിറ്റിവിറ്റി ആണ്. കോൺസ്റ്റൻറ്റ് ഹെഡ് ടെസ്റ്റ് നമ്മൾ കോസ് ഗ്രെയിൻ സോയിലിന് ഉപയോഗിക്കും. വേരിയബിൾ ഹെഡ് ടെസ്റ്റ് നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിലിന് ഉപയോഗിക്കും. കൺസോളിഡേഷൻ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ലോ പെർമബിൾ സോയിലിന് ഉപയോഗിക്കും. കാപ്പിലാരിറ്റി പെർമിറ്റിവിറ്റി ടെസ്റ്റ് ആണെങ്കിൽ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിന് ഉപയോഗിക്കും. പമ്പിംഗ് ഔട്ട് ടെസ്റ്റ് ആണ് മോസ്റ്റ് അക്യുറേറ്റ് പമ്പിംഗ് ഇൻ ടെസ്റ്റ് ടു ഫൈൻഡ് കേവ് ഓഫ് ഇൻഡിവിജ്വൽ ലെയർ ഓഫ് സ്ട്രാറ്റിഫൈഡ് സോയിൽ അറ്റ് ഇൻസിറ്റു കണ്ടീഷൻ. ഒന്നുകൂടി പറയാം. കോൺസ്റ്റൻറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ കോസ് ഗ്രെയിനിനാണ് ഉപയോഗിക്കുന്നത്. വേരിയബിൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ഫൈൻ ഗ്രെയിൻ സോയിലിനാണ് ഉപയോഗിക്കുന്നത്. കൺസോളിഡേഷൻ ടെസ്റ്റ് നമ്മൾ ലോ പെർമബിൾ സോയിലിനാണ് ഉപയോഗിക്കുന്നത്. പമ്പിംഗ് ഔട്ട് ടെസ്റ്റാണ് മോസ്റ്റ് അക്യുറേറ്റ്. പമ്പിംഗ് ഇൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് കെ ഓഫ് ഇൻഡിവിജ്വൽ ലെയർ ഓഫ് സ്ട്രാറ്റിഫൈഡ് സോയിൽ അറ്റ് ഇൻസിറ്റു കണ്ടീഷൻ. പിന്നെ കാപ്പിലറി പെർമിറ്റിവിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം പെർമിറ്റിവിറ്റി ഓഫ് saturated soil deposit. Flow is parallel to the planes of stratification എന്ന് പറയുമ്പോൾ loss of head or hydraulic gradient is same in all layers ആണ്. പാരലൽ ആവുന്ന കേസാണ് കേട്ടോ. പാരലൽ ആവുന്ന കേസിൽ അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് Q equal to Q1 plus Q2 plus Q3 ആണ്. അപ്പോൾ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. H equal to H1 plus H1 equal to H2 equal to H3 ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി എന്ന് പറയുന്നത് K1 Z1 plus K2 Z2 plus K3 Z3 plus etc. ഡിവൈഡ് ബൈ Z1 plus Z2 plus Z3 plus etc. ആയിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A stratum of soil consists of 3 layers of equal thickness. The permeability of top and bottom layers are 10⁻⁻4 cm/s and middle layer is 10⁻⁻3 cm/s and the value of horizontal coefficient of permeability for the entire soil layer in cm/s നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും 10⁻⁻4ഉം മിഡിൽ ലെയറിൽ 10⁻³ ആണ് തന്നിട്ടുണ്ട്.
പിന്നെ പറഞ്ഞേക്കുന്ന സോയിൽ സ്ട്രാറ്റം ഓഫ് ഈക്വൽ തിക്നെസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Z1 = Z2 = Z3 ആയിരിക്കും. K1 ഉം K3 ഉം 10⁻⁻4 K2 10⁻⁻3 വരും. അപ്പോൾ ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KH കിട്ടും. ഓക്കെ, ഇനി അടുത്താണ് ഫ്ലോ പെർപെൻഡിക്കുലർ ടു ദി സ്ട്രാറ്റിഫിക്കേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഈസ് സെയിം ത്രൂ ഔട്ട് ഓൾ ദി ലെയേഴ്സ്. ഈ കേസിൽ ഡിസ്ചാർജ് എല്ലാ ലെയേഴ്സിലും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ ലോസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് സം ഓഫ് ലോസ് ഓഫ് ഹെഡ് ത്രൂ ഈച്ച് ലെയർ ആണ്. ദാറ്റ് ഈസ് HF = H1 + H2 + H3 ആയിരിക്കും. Q എന്ന് പറയുന്നത് Q1 = Q2 = Q3 ആയിരിക്കും. അപ്പോൾ ആവറേജ് പെർമിബിലിറ്റി ഫോർ പെർപെൻഡിക്കുലർ ഫ്ലോ KV അല്ലെങ്കിൽ KY = Z1 + Z2 + Z3 / Z1/K1 + Z2/K2 + Z3 / K3 + etc. ആയിരിക്കും. KH ഈസ് ഓൾവേസ് ഗ്രീറ്റർ ദാൻ KV ആയിരിക്കും. ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി വെർട്ടിക്കൽ പെർമിബിലിറ്റിനെ വെച്ച് നോക്കുമ്പോൾ എല്ലായ്പ്പോഴും ഗ്രീറ്റർ ആയിരിക്കും.